പ്രിയമുള്ള സഹോദരന്മാരെ, ഇപ്പോൾ ഞാൻ വീഡിയോയിൽ വന്നിട്ടുള്ളത്, നിങ്ങളെല്ലാവരും ഈ വീഡിയോ നിങ്ങൾ കേൾക്കുകയും സുൽത്താൻ അഹമ്മദ് കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളുടെ ചരിത്രമാണ് ഞാൻ ഈ വീഡിയോയിലിടുന്നത്. നിങ്ങളെല്ലാവരും ഇത് കേൾക്കണം, ഇത് നിങ്ങൾ പ്രചരിപ്പിക്കണം. എല്ലാവർക്കും നാഥൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ഷെയ്ഖ് റിഫായിയുടെ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മാതൃക മുത്തനബി തങ്ങളായിരുന്നു. എല്ലാ ജീവികളോടും അനുകമ്പയും സ്നേഹകാരുണ്യവും നിറഞ്ഞൊഴുകുന്ന മനസ്സുമായാണ് മഹാനവറുകൾ ജീവിച്ചത്. രോഗികളെയും അശരണരെയും അവിടുന്ന് പരിഗണിച്ചിരുന്നു. ചെറിയ കുട്ടികളോട് അതിരറ്റ അനുകമ്പയായിരുന്നു. ഷെയ്ഖിന്റെ ഇൽമിന്റെയും ദിക്റിന്റെയും സദസ്സിൽ ഒരു അനാഥ ബാലൻ സ്ഥിരമായി പങ്കെടുത്തിരുന്നു. ആ കുട്ടി ആവശ്യപ്പെടുന്നതൊക്കെ ഷെയ്ഖ് നൽകുമായിരുന്നു. ഒരു ദിവസം താനും മുരീദന്മാരും കൂടി ഇരിക്കുന്ന മജ്ലിസിൽ ഷെയ്ഖിനെ അറിയുന്ന ഒരു ബാലൻ കടന്നു വന്നു. എനിക്ക് കളിപ്പാട്ടം വേണമെന്ന് ആവശ്യപ്പെട്ടു. റൊട്ടിയും കാരക്കയും തരാം, അതാണ് ഇവിടെ ഉള്ളത്. മോനെ, നിനക്ക് ആവശ്യമുള്ളത് എടുത്ത് കഴിച്ചോളൂ. അത് കേട്ട കുട്ടി കരച്ചിലായി. ഉടനെ തന്നെ ശിഷ്യന്മാരെ അയച്ചു കളിപ്പാട്ടം കൊണ്ടുവരുത്തി ഷെയ്ഖ് ആ കുട്ടിക്ക് കളിക്കാൻ കൊടുത്തു. അവനാകട്ടെ കളി കഴിഞ്ഞ് ഷെയ്ഖ് നിർദ്ദേശിച്ച സ്ഥലത്ത് കൊണ്ടുവന്ന് ഭദ്രമായി വെക്കുകയും ചെയ്യുമായിരുന്നു. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുകയും ആഹ്ലാദിപ്പിക്കുകയും ചെയ്യുക, അവരുടെ സന്തോഷത്തിൽ ആനന്ദം കണ്ടെത്തുക, ഇതായിരുന്നു അവിടുത്തെ രീതി. മുഹമ്മദ് ബിനുൽ മുഖദ്ർ ചോദിച്ചു, എന്താണ് അങ്ങേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം? സത്യവിശ്വാസികൾക്ക് സന്തോഷം പകരുക, സൃഷ്ടികളോടുള്ള സ്നേഹവും വാത്സല്യവും സൃഷ്ടാവിനോട് അടുപ്പിക്കും, ഇതായിരുന്നു അവിടുത്തെ മറുപടി. മനുഷ്യനോടും മറ്റു ജീവികളോടും കാരുണ്യം കാണിച്ചിരുന്നു. അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് നൽകിയ ആത്മാവിനെ സംബന്ധിച്ചും മൂല്യബോധത്തോടെ ചിന്തിക്കുന്നവർക്ക് മാത്രമേ ജീവികളുടെ പ്രാധാന്യം മനസ്സിലാവുകയുള്ളൂ. സ്നേഹവും കാരുണ്യവും കാണിക്കുന്നത് സത്യവിശ്വാസിയുടെ സ്വഭാവമാണ്. ഇറാഖിലെ ഉമ്മു അബീദ ഗ്രാമത്തിൽ വ്യാപകമായി പ്ലേഗ് രോഗം ബാധിച്ച് അതിലൊരു നായയും ഉണ്ടായിരുന്നു. കഠിനമായ രോഗം കാരണം അതിന്റെ ശരീരത്തിൽ നിന്നും തൊലി ഉതിർന്നു പൊട്ടി ഒലിച്ചു കാഴ്ചശക്തി നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. ശക്തമായ ദുർഗന്ധം കാരണം ആരും അതിനെ അടുപ്പിച്ചിരുന്നില്ല. നടക്കാൻ പോലും ആകാതെ ആ തെരുവ് നായ അങ്ങനെ കഴിഞ്ഞു. ജനം അതിനെ നാടിന്റെ പുറത്തു കൊണ്ടുപോയി കളയുകയുണ്ടായി. വിവരം പറഞ്ഞ ഷെയ്ഖ് അവറുകൾ അതിന് മരുന്ന് കൊടുത്ത് മരുന്ന് വെച്ചുകെട്ടി വെള്ളം ചൂടാക്കി കഴുകി വൃത്തിയാക്കി ഭക്ഷണം നൽകി തണലൊരുക്കി വേണ്ട പരിചരണങ്ങൾ കൊടുത്ത് 40 ദിവസം ശുശ്രൂഷിക്കുകയും ഉണ്ടായി. അതിന്റെ വ്രണങ്ങൾ സുഖമായി ആരോഗ്യനില മെച്ചപ്പെട്ടു. 40 ദിവസം കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തിയ ഷെയ്ഖിനോട് ഒരു നായക്ക് വേണ്ടി ഇത്രയും സേവനം വേണ്ടിയിരുന്നു എന്ന് അന്വേഷിച്ചവരോട്, നീ എന്തുകൊണ്ട് ആ ജീവിയോട് കരുണ കാണിച്ചില്ല? നിനക്കും രോഗം ബാധിക്കും എന്നുള്ള ചിന്ത നിനക്ക് വന്നില്ല എന്ന അള്ളാഹു എന്നോട് ചോദ്യം ചെയ്താൽ ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്ന കാരണത്താലാണ് ഇതിനൊരുങ്ങിയത് എന്നായിരുന്നു മറുപടി. ഇലാജത്ത് നൂറുൽ അബ്സാർ. അള്ളാഹു തആല ഷെയ്ഖിന് മുന്തിയ ജസാ നൽകട്ടെ. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മെ ഇരുവീട്ടിലും രക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.